ഒറിജിനൽ ഡ്രൈനേജാണ് ഒഴുകുന്നത്. അതിൽ 2 കൈ ഇട്ടിട്ട് ആ ചളി വാരിയെടുത്തിട്ട് മുഖത്ത് തേച്ചു. തേച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. ആ നാറുന്ന ചളിയില്ലേ, അത് വാരി തേച്ചിട്ട് ഒരറപ്പുമില്ലാതെ വാരി തേച്ചിട്ട് ഇരുന്നിട്ട്, ഇന്ന് വരെ ലോക സിനിമയിലില്ലാത്ത ബുദ്ധി, വക്ര ബുദ്ധിയുള്ള നടനാണ് സുകുമാരൻ. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ടെക്നിക്ക് ഞാൻ ലോകത്ത് പ്രയോഗിച്ച് കണ്ടത് സുകുമാരൻ മാത്രം. പറയാതിരിക്കാൻ പറ്റില്ല. അത് ശ്രീവിദ്യ കമലഹാസനെ കാണാൻ വരുമായിരുന്നു. അവരോട് അന്ന് ഭയങ്കര പ്രേമമായിരുന്നു. അന്ന് തൊട്ടിട്ട് എനിക്ക് പരിചയമുണ്ട്. എത്ര വയസ്സുണ്ടാവുന്ന? ഇത്രയും ദേഷ്യം പറഞ്ഞത് ഒരിക്കലും വരാത്ത ഒരു നടൻ, അത്രയും പക്വതയുള്ള ഒരു നടനെ എനിക്ക് കിട്ടില്ല. അതിപ്പോൾ ഞാൻ അടുത്ത കാലത്ത് തുടരും സിനിമയ്ക്ക് പോയപ്പോൾ മോഹൻലാൽ അതുപോലെ ആയിരിക്കണം. മോഹൻലാലിനെ ഞാൻ കുട്ടിയായിട്ടും കണ്ടിട്ടുണ്ട്, മെച്യൂരിറ്റി ഇല്ലാതെ പിള്ളേർ കളിച്ച് നടക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വളരെ മെച്യൂർഡായിട്ട് വളരെ ഇതായിട്ട് സംസാരിച്ച് സോഫ്റ്റായിട്ട് സംസാരിച്ച് നടക്കുന്ന മോഹൻലാലിനെയും കണ്ടു. ജയൻ മരിക്കുമ്പോൾ തിയേറ്ററിൽ എൻ്റെ ദീപം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എഴുതി കാണിക്കുന്നത് ജയൻ മരിച്ചു എന്ന്. ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ട ജയനല്ല ജയൻ. അതിനു മുമ്പ് സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജയൻ സിനിമയിൽ വന്നത്. അതാരും പറയില്ല. സത്യത്തിൽ ജയന് ഞങ്ങൾ കാണുന്ന സമയത്ത് ഒരു വയസ്സായ ഒരാൾ ഉള്ളിൽ നിന്ന് വന്നു, പുറത്തുനിന്ന് വന്നു. മാസ്റ്ററിനെ വന്ന് തൊഴുതു. മാസ്റ്റർ ചാടി ചെയ്തിട്ട്, അയ്യോ സാറെന്താ ഇവിടെ? എൻ്റെ മോളാണെന്ന് പറഞ്ഞു. അപ്പോൾ മാസ്റ്ററിനെ പഠിപ്പിച്ച മാഷാണ് ചിത്രടച്ചൻ. അപ്പം മാസ്റ്റർ കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു, ചന്ദ്ര ഇതിനേക്കാൾ ഗുരുത്വം കിട്ടാനില്ല. ദിസ് എപ്പിസോഡ് ഈസ് പവേർഡ് ബൈ മേളം കറി പൗഡർ. അങ്ങ് പരിചയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല അഭിനേതാവാരാണ്? നടനാണോ നടിയാണോ? രണ്ടും പറയാം. രണ്ടും പറയാല്ലേ. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല നടൻ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്, എൻ്റെ കൂടെ വർക്ക് ചെയ്തതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മധുസാർ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മൾ വിചാരിക്കുന്നതല്ല. അതിന് ഞാൻ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ സംഭവം പറഞ്ഞിട്ട് സിനിമ എടുത്തു. ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്, എറണാകുളത്താണ്. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ അതൊരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ ഞാൻ ക്രെയിനിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിരുന്നു. ആനന്ദക്കുട്ടനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാമറ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ആ ഷോട്ട് എന്താ വെച്ചാൽ മധുസാർ എല്ലാം മണ്ണ് കൃഷിക്കാരനായിരുന്നു. ആ കർഷകൻ അവസാനം മണ്ണ് ചതിച്ചു, മക്കളും ചതിച്ചു, എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആകപ്പാടെ വെറുത്ത് അവസാനം വന്നിട്ട് ആ മണ്ണിലേക്ക് കാറി തുപ്പിയിട്ട് നടന്നു പോകുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. സാർ പറഞ്ഞു, ശരി നമുക്ക് വേറൊരു സാധനം ചെയ്ത് നോക്കാം, പോരെങ്കിൽ നമുക്ക്. അപ്പം ഇങ്ങനെ നിർമാല്യം വന്നിട്ടുണ്ട്, അതിലിങ്ങനെ തുപ്പുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, അതുകൊണ്ട് അതന്നെ റിപ്പീറ്റ് ചെയ്യുന്നൊരു തോന്നൽ വരണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആലോചിച്ചു. സാർ പറഞ്ഞു, ചന്ദ്രൻ എനിക്കൊരു സാധനം തോന്നുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല, ഞാൻ ചെയ്ത് കാണിക്കാം, ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ചെയ്തോളൂ, അല്ലെങ്കിൽ മാറ്റിക്കോളൂ. അങ്ങനെ സമ്മതിച്ചിട്ട് ഞാനിങ്ങനെ ക്യാമറ വെച്ച് ഒരു വൈഡ് ഷോട്ട് ലോങ് എന്ന് സാർ ഇങ്ങനെ നടന്ന് വരുന്നതാണ്. അപ്പോൾ നടന്ന് ക്യാമറ അടുത്ത് വരുന്നു. ക്യാമറ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്രെയിൻ ഇങ്ങനെ താന്ന് താഴെ വന്നു. സാർ ക്യാമറ അടുത്തെത്തി കഴിയുമ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യാൻ പോകുന്നത്. സാർ പെട്ടെന്ന് അവിടെ മുട്ടുകുത്തി ഇരുന്നു, തളർന്നിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച്, സാർ അതിൻ്റെ മുന്നിൽ കൂടെ സത്യത്തിൽ ഒറിജിനൽ ഡ്രൈനേജാണ് ഒഴുകുന്നത്. അതിൽ 2 കൈ ഇട്ടിട്ട് ആ ചളി വാരിയെടുത്തിട്ട് മുഖത്ത് തേച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. ആ നാറുന്ന ചളിയില്ലേ, അത് വാരി തേച്ചിട്ട് ഒരറപ്പുമില്ലാതെ വാരി തേച്ചിട്ട് ഇരുന്നിട്ട് ഞാൻ ക്യാമറ കട്ട് ചെയ്യാൻ മറന്നുപോയി. ക്യാമറമാനും തൊടുന്നില്ല, ആരും തൊടുന്നില്ല. ക്യാമറ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ഫിലിമാണ്. അവസാനം മാസ്റ്റർ ചോദിച്ചു, പോരേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറും പറഞ്ഞ് നിർത്തിയിട്ട് കട്ട്, എനിക്ക് എവിടെ കട്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത്രയും നന്നായിട്ട് എൻ്റെ മുന്നിൽ പെർഫോം ചെയ്ത വേറെ ആർട്ടിസ്റ്റ് ഞാൻ കണ്ടു. CCTV ഫുട്ടേജ് പോലെ കിട്ടിയല്ലേ? അതെ, അതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ അത്ര ഇൻവോൾവ്മെൻറ്റോട് ആ ചളിയിൽ അങ്ങനെ കൈയിട്ട് വാരി, അന്നത്തെ കാലത്ത് മധുസാറിനെ പോലെ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മധുസാർ കഴിഞ്ഞാൽ അഭിനയിച്ചിട്ടുള്ളത് പിന്നെ സോമനോടാണോ സുകുമാരനോടോ? സോമൻ സാറിനോടാണോ സുകുമാരൻ സാറിനോടൊപ്പം? സുകുമാരൻ്റെ കൂടെ. സുകുമാരനോട് പറയുമ്പോൾ എനിക്കെന്താ, സുകുമാരൻ ഈ അവാർഡ് പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട് മദ്രാസിൽ ബുദ്ധിജീവിയായിട്ട് നടക്കും കാലഘട്ടം. രവി മേനോൻ, സുകുമാരൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്, ഒരു ഗ്രൂപ്പ്. അവർ ബുദ്ധിജീവി ലൈനാണ്. അവർക്ക് വലിയ വർക്കൊന്നുമില്ല, ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. ചെറിയ റോളൊക്കെ ഭാസ്കർ മാഷ പടത്തിൽ കിട്ടും. അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്കുന്നത് എന്നെ കാണുമ്പോൾ
ചന്ദ്ര വല്ലതും ഉണ്ടെങ്കിൽ പറയണ്ടാ എന്നൊക്കെ പറയും. വരും സുകുമാരൻ ഇടയ്ക്ക് ഞങ്ങളുടെ റൂമിൽ കാണാൻ വരും. ലോഡ്ജിൽ ഞാൻ ബാച്ചിലേഴ്സ് താമസിക്കുന്ന റൂമുണ്ട്, ഞാനും ഏട്ടനും ഒക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഡയറക്ടറായി ഒരു 4-5 പടം ഡയറക്റ്റ് ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ദിവസം സുകുമാരൻ വന്നു. എന്നിട്ട് പറയാം, ഏട്ടനോട് വന്ന് പറഞ്ഞു, ആശാനെ ഞാൻ പോവുകയാണ്, സിനിമയിലൊന്നും ക്ലച്ച് പിടിച്ചില്ല, അതുകൊണ്ട് പോവുകയാണ്. നൈജീരിയയിൽ ഒരു ലെക്ചറായിട്ട് ജോലി കിട്ടി. സിനിമയിൽ വരുമ്പോഴും അദ്ദേഹം കോളേജ് ലെക്ചറായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് വന്നത്, അതുകൊണ്ട് അതൊക്കെ വിട്ടിട്ടാണല്ലോ വന്നത്. അപ്പോൾ മത്സാറും കോളേജ് ലെക്ചറായിരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞാൻ പോവുകയാണ്, പറയാൻ വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയിൽ നിന്ന് പറഞ്ഞ് ഇത്രയും കാലം നിന്നിട്ട് ഇവിടെ ഒന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമം തോന്നി. എന്നോട് പറഞ്ഞ പോട്ടറാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുഹൃത്ത് എപ്പോഴാണ് പോകാൻ ഉദ്ദേശിച്ചത്? ടിക്കറ്റ് എടുത്തിട്ടില്ല, എടുക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നാളെ എന്നെ ഒന്ന് വിളിക്കൂ, എന്നിട്ട് ടിക്കറ്റ് എടുത്താൽ മതി പറഞ്ഞു. അതെന്താ ചോദിച്ചു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പോയിട്ട് അപ്പം ഞാൻ ചെയ്യാൻ പോണ അടുത്ത സിനിമ RS പ്രഭുവിൻ്റെ ആയിരുന്നു. RS പ്രഭുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാർ നമ്മൾ ചെയ്യാൻ പോണ സിനിമയിൽ ആ റോള് സത്യത്തിൽ വിൻസെൻറ്റിനെ വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു, അതൊന്നും നമുക്ക് മാറ്റി സുകുമാരനെ കൊണ്ട് ചെയ്യിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, സുകുമാരൻ അവർ പാട്ടൊക്കെ പാടുമോ? അവാർഡ് സിനിമയുടെ ആൾക്കാരല്ലേ, പാട്ട് പാടുമോ, സ്റ്റണ്ട് ചെയ്യുമോ? അപ്പോൾ ഞാൻ നമുക്ക് ചെയ്യുക സാർ, ഞാൻ സംസാരിക്കാം, ചന്ദ്രൻ്റെ ഇഷ്ടം, ചന്ദ്രകുമാർ തീരുമാനിച്ചോളൂ, ഞാനൊന്നും പറയില്ല. പ്രഭു സാർ അങ്ങനെയാണ്, ആ ഡയറക്ടറെ ഏൽപ്പിച്ചാൽ ഡയറക്ടറുടെ ജോലിയാണ്, പിന്നെ അതിലൊന്നും ഇടപെടില്ല. ഞാൻ പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ സുകുമാരൻ വന്നപ്പോൾ, സുകുമാരട്ടാ ഞാനൊരു പുതിയ പടം തുടങ്ങാൻ പോവാണ്, അത് വേറൊരു സ്റ്റൈലാണ്, വേണമെങ്കിൽ വർക്ക് ചെയ്യാം. എന്താ വിഷയം? അതിൽ 4 പാട്ടുണ്ട്, 3 ഫൈറ്റുണ്ട്, ഇടിയൊക്കെ ഉണ്ട്. അല്ലോ ആശാൻ അതൊന്നും ഞാൻ ചെയ്ത് ശരിയാവില്ല. ഇവന് ശരിയാവില്ല എന്ന് ഞാൻ തീരുമാനിക്കുക, തയ്യാറാണോ എന്ന് തീരുമാനിച്ചാൽ മതി. പറഞ്ഞു ആശാൻ പറഞ്ഞാൽ ചെയ്യാം, ഞാൻ പാട്ട് പാടണം, നിങ്ങൾ ബുദ്ധിജീവിയാണെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു. ആശാനെ ഞാൻ ചെയ്താൽ നന്നാവുമോ? ആൾക്കാർ കൂവില്ലേ? ഞാൻ സഹിച്ചോളാം. അങ്ങനെ പറഞ്ഞിട്ട് സുകുമാരനെ കൊണ്ടുപോയി 14 ദിവസം കൊണ്ട് ആ പടം തീർന്നു. അഗ്നിവ്യൂഹം നല്ല സിനിമയായിരുന്നു. 100 days ഓടി പടം. ആ ഒറ്റ പടം കൊണ്ട് സുകുമാരൻ സ്റ്റാറായി, ജാതകം മാറി. അപ്പോൾ അതിനുമുമ്പ് വേറെ ബേബിയുടെ ഒരു പടം ചെയ്തിരുന്നു, ശംഖുപുഷ്പം. ആ പടം നല്ല പടമായിരുന്നു, പക്ഷെ അത് ഓടിയിട്ട് സുകുമാരനും ഒന്നും കിട്ടി മെച്ചണ്ടായില്ല. അപ്പോഴാണ് സുകുമാരൻ നൈജീരിയ പോകാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ഈ അഗ്നിവ്യൂഹം കിട്ടിയതോടുകൂടി സുകുമാരൻ ആക്ടറായി. അപ്പോൾ ഞാൻ സുകുമാരനെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇന്ന് വരെ ലോക സിനിമയിൽ ഇല്ലാത്ത ബുദ്ധി, വക്ര ബുദ്ധിയുള്ള നടനാണ് സുകുമാരൻ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ദിവസം ഒരു ഡയറി വാങ്ങിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. സുകുമാരൻ ജന്മത്തിൽ 10 വയസ്സ് ചിലവായിട്ട് ആർക്കും ചായ പോലും വാങ്ങി കൊടുക്കില്ല, അത്ര നല്ല കുട്ടിയാണ് സുകുമാരൻ. അത് ഞങ്ങളോട് പറയും ചെയ്യും, അച്ഛനെ ചായ വാങ്ങിത്തരും. ഇപ്പോൾ ഒരു ചായ വാങ്ങിത്തരുന്നുണ്ട്, അച്ഛൻ ഇത് ഞാനല്ല കാശ് കൊടുത്തിട്ടോ, സത്യം കൊടുത്ത കാശാണ്. അങ്ങനെയാണ്, സത്യം പറയും, പുള്ളി ചിലവാക്കിയെല്ലാം തീർത്ത് പറയും. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് നടക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം ഒരു എന്താണ് റേബണിൻ്റെ ഒരു ഗ്ലാസ് കിട്ടി. അപ്പോൾ എല്ലാ ദിവസവും ഷൂട്ടിങ്ങിൽ അഭിനയിക്കുന്ന എൻ്റെ റേബൺ ഗ്ലാസ് ഇട്ടാണ് സുകുമാരൻ. മത്സാർ എപ്പോഴും എൻ്റെ വാച്ച് കെട്ടിയിട്ട് അഭിനയിക്കും, സുകുമാരൻ എപ്പോഴും എൻ്റെ ഗ്ലാസ് വെച്ചിട്ട് അഭിനയിക്കും. അത് അവർക്കൊരു സെൻറ്റിമെൻ്റലി ഒരു തോന്നലുണ്ടായിരുന്നു. സുകുമാരൻ ഒരു ദിവസം അതുപോലെ റേബൺ ഗ്ലാസ് എനിക്ക് വാങ്ങിക്കൊണ്ടു. ആശാൻ്റെ ഗ്ലാസ്സിൽ എപ്പോഴും ഉപയോഗിക്കണം, ഇത് ആശാൻ എനിക്ക് കിട്ടവൻ തന്നു. നമ്മൾ എന്ത് പറ്റി, സുകുമാരൻ അബദ്ധം പറ്റിയോ? റേബൺ ഗ്ലാസ്സൊക്കെ വാങ്ങിത്തരേ. സത്യന് ഞാനും പറഞ്ഞു, സത്യ എന്തത് സംഭവം, സുകുമാരൻ റേബൺ ഗ്ലാസ് വാങ്ങിച്ചത്. അപ്പോൾ കുറച്ചതിൻ്റെ പറഞ്ഞ് ആശാൻ തെറ്റിദ്ധരിച്ചു, ഞാൻ കാശ് കൊടുത്തതെന്ന്. ആരോടത്തും ദുബായിൽ നിന്ന് എനിക്ക് കൊണ്ടു, അതെൻ്റെ മുഖത്തേക്ക് മാച്ചാവില്ല, അതുകൊണ്ട് തന്നാണ്. അത്ര നല്ല ക്യാരക്ടറാണ് സുകുമാരൻ. അപ്പോൾ ഈ ഡയറി വാങ്ങിക്കൊണ്ടപ്പോൾ നമ്മൾ ഡയറി, അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ സുകുമാര? അല്ല ഡയറി ആശാൻ എവിടെ ഇരിക്കട്ടെ, പിന്നെ എനിക്ക് ഡയറി ആവശ്യമില്ല, വൈഫ് മെഡിക്കൽ ഫീൽഡാണ്, എനിക്ക് ഇഷ്ടംപോലെ ഡയറി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അല്ല ആശാൻ ഈ ഡയറി ഇവിടെ ഇരിക്കട്ടെ, ഇതൊന്ന് തുറന്നു നോക്കൂ. തുറന്നു നോക്കിയപ്പോൾ ജനുവരി 1 തൊട്ട് 31 വരെ ചന്ദ്രകുമാറിൻ്റെ ഡേറ്റ് എഴുതി, ഫെബ്രുവരി 1 തൊട്ട് 28 വരെ ചന്ദ്രകുമാറിൻ്റെ ഡേറ്റ്, അങ്ങനെ ഡിസംബർ വരെയും ചന്ദ്രകുമാറിൻ്റെ ഡേറ്റ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് ആവശ്യമില്ലാന്ന്. ഇല്ല ഇരിക്കട്ടെ ആശാനെ, അത് കാണുമ്പോൾ ആശാൻ ഓർമ്മ വരുമല്ലോ. ഞാൻ പറഞ്ഞാൽ ശരി പറഞ്ഞു വിട്ടു. അപ്പോഴും എനിക്ക് അതിൻ്റെ ബുദ്ധി മനസ്സിലായില്ല. പുള്ളി അതൊന്നല്ല അതിൻ്റെ ബുദ്ധി, അതിൻ്റെ അപ്പുറത്തുള്ള ബുദ്ധിയുണ്ട്. അത് അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് 2-3 മാസങ്ങൾ ഷൂട്ടിങ് നടക്കണം, പല പടത്തിലും വർക്ക് ചെയ്യേണ്ട. പെട്ടെന്ന് എന്നെ ഒരു ദിവസം എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്നെ വെച്ച് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വേറൊരു പ്രൊഡ്യൂസർ, എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർ സുകുമാരൻ്റെ അടുത്ത് ഡേറ്റിന് വേണ്ടി പോയി. സുകുമാരൻ ആ ഡേറ്റ് ഫ്രീ ആണ്. സുകുമാരൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. സുകുമാരൻ അയ്യോ ഇതിപ്പോൾ ചന്ദ്രകുമാറിൻ്റെ ഡേറ്റാണ്.
നീ തരാൻ പറ്റില്ല. ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കാം. അല്ല, ഒഴിവാക്കാനല്ല. എന്നിട്ട് അവർ പോയപ്പോൾ എന്നെ വിളിച്ചു, അച്ഛനെ ഒരു പാർട്ടി വന്നു, എൻ്റെ അടുത്ത് ഡേറ്റ് വെച്ചു. ഞാൻ പറഞ്ഞു ചന്ദ്രകുമാറിൻ്റെ ഡേറ്റാണ്, തരാൻ പറ്റില്ല, ഞാൻ ചന്ദ്രകുമാറിന് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അച്ഛൻ അവർ വരും, ചോദിച്ചാൽ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, സമ്മതിക്കണ്ട, പിന്നെ നമുക്ക് സമ്മതിക്കാം. ഞാൻ പറഞ്ഞു എന്താ കാര്യം, അത് പറയാം അച്ഛനെ. തിരിച്ച് അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ പറയാം, എനിക്ക് വേണം ആ ഡേറ്റ്, ഞാൻ നോക്കട്ടെ പറയാം ഞാൻ പറഞ്ഞു. അവർ പോയി. സുകുമാരൻ്റെ വീണ്ടും പോയപ്പോൾ സുകുമാരൻ നിങ്ങൾ എങ്ങനെയും പറഞ്ഞാൽ തരും, സാറ് സംസാരിക്കാനായിട്ട് തരുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞു. സുകുമാരൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് ചന്ദ്രകുമാർ സാർ തരുന്നത് 25 ഉറുപ്പ്യാണ്, നിങ്ങൾ എനിക്ക് 40 ഉറുപ്പ്യ തരാണെങ്കിൽ ഞാൻ ആ ഡേറ്റ് നിങ്ങൾക്ക് വാങ്ങിത്തരാം. ഞാൻ കൊടുക്കുന്നത് 15,000 ഉറുപ്പ്യാണ്. അപ്പൊ അവിടെ പറഞ്ഞത് അപ്പോഴേ 25,000 എന്നിട്ട് പറഞ്ഞ് 40 ഉറുപ്പ്യ തരാണെങ്കിൽ ഞാൻ വാങ്ങിത്തരാന്ന്. അവർ ശരി സാറാണ്. അപ്പൊ ഒറ്റയടിക്ക് 15-ൽ നിന്നും 40-ലേക്ക് മാറി. അപ്പൊ പിന്നെ അടുത്ത ഓരോരുത്തരും ഈ ഡേറ്റ് ചന്ദ്രകുമാറിന്റെ ഡേറ്റ് ആണ്. മനസ്സിലായില്ലേ? അതാണ് സുകുമാരൻ. കാരണം ആ ഒരു ടെക്നിക്ക് ഞാൻ ലോകത്ത് പ്രയോഗിച്ച് കണ്ടത് സുകുമാരൻ മാത്രം. പറയാതിരിക്കാൻ പറ്റില്ല, അത് മറക്കാൻ പറ്റില്ല. അത്ര ബുദ്ധിയുള്ള ആളാണ് സുകുമാരൻ. ശ്രീവിദ്യ, എനിക്കൊന്ന് ചെറുപ്പം മുതലേ ശ്രീവിദ്യ അറിയാം. എത്ര വയസ്സ് മുതൽ അറിയാം? ശ്രീവിദ്യ എനിക്കറിയാവുന്നത് അവൾക്കും എനിക്കൊക്കെ ഏകദേശം ഒരേ പ്രായമാണ്. കമലഹാസന് ഞാൻ അവളൊക്കെ 1 വയസ്സിൻ്റെ മറ്റേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സത്യവാൻ സാവിത്രി പറഞ്ഞ സിനിമ അഭിനയിക്കുമ്പോൾ, അതെ, സത്യവാൻ സാവിത്രി പറഞ്ഞ സിനിമ അഭിനയിക്കുമ്പോൾ ശ്രീവിദ്യ കമലഹാസനെ കാണാൻ വരുമായിരുന്നു. അവർ അന്ന് ഭയങ്കര പ്രേമമായിരുന്നു. അന്ന് തൊട്ടിട്ട് എനിക്ക് പരിചയമുണ്ട്. എത്ര വയസ്സുണ്ടാവുന്ന? അന്ന് എനിക്കും 16 വയസ്സ്, അവൾക്കും 16 വയസ്സ് മറ്റുണ്ടാവുള്ളൂ. എനിക്കും 16, അവൾക്കും 16. 16 വയസ്സ് 17 വയസ്സുള്ള എനിക്ക് അവനും ഒക്കെ. അപ്പോൾ വരും, അവിടെ വന്നിട്ട് അവൾ കാറുമായിട്ട് വരും. ആ കാറിലിരുന്ന് ഇപ്പം ആചരിച്ചിട്ട് പറയും, ചന്ദ്ര ഷോർട്ട് ഇടുമ്പോൾ വിളിക്കട്ടെ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ അപ്പം തൊട്ട് എനിക്ക് ശ്രീവിദ്യ പരിചയമാണ്, നല്ല പരിചയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ മുഹമ്മദ് സാറിൻ്റെ സിനിമയിലാണ് വരുന്നത് ആദ്യം. അസ്തമയം, ശുദ്ധികലശം, 2ാം സിനിമ. ശുദ്ധികലശത്തിലാണ് ശ്രീവിദ്യ അഭിനയിക്കാൻ വരുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ശ്രീവിദ്യക്കുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ശ്രീവിദ്യ സാധാരണ ആർട്ടിസ്റ്റുകളെ പോലെയില്ല, ഭയങ്കര കുനിഷ്ടും കുശുമ്പും ഒക്കെ ഉള്ള കുട്ടിയാണ്. കാരണം ശ്രീവിദ്യേക്കാൾ മറ്റൊരു പെൺകുട്ടി സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ശ്രീവിദ്യക്ക് ഇഷ്ടപ്പെടില്ല. ലോകത്തൊരു പെണ്ണുങ്ങൾക്കും അത് ഇഷ്ടമല്ല. അല്ല, ശ്രീവിദ്യ നല്ല സുന്ദരിയാണ്, എന്നിട്ട് പോലും അവർക്ക് മറ്റുള്ള ആ പെണ്ണ് കൊള്ളാന്ന് പറഞ്ഞാൽ കൊള്ളില്ലാന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കളിയാക്കും, എന്തിനാ എത്ര അസൂയ, നിങ്ങൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, എന്നാലും നീ പോടാ, നീ വെറുതെ പറയാണെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു ബ്രദർലി അഫെക്ഷൻ എന്നോട്. കാരണം എപ്പോഴും ഒരിക്കൽ പറയണ്ടായി, എന്നെപ്പോലെ ഒരു മോനെ എനിക്ക് ജനിച്ചില്ലടാന്ന്. അവർ കല്യാണം കഴിഞ്ഞ മക്കളൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ അവർ മരിക്കുന്നതിന് മുമ്പ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിരുന്നു, നീ എൻ്റെ നല്ല മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ നീ കാണാൻ വരരുത് കേട്ടോ. ഞാൻ പോയിട്ടില്ല, പോകാൻ സാധിച്ചില്ല. കാരണം ഈ അത്ര അടുപ്പുണ്ടായിരുന്നു. കാരണം എൻ്റെ ഇന്നർ വെയർ വരെ വാഷ് ചെയ്ത് ഉണക്കി എടുത്ത് രാവിലെ ഇടാൻ അടുക്കി വെച്ചിട്ടുണ്ടാവും. സോക്സും ഇന്നർ വെയേഴ്സും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ന ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അത് ഇട്ടാൽ മതി എന്നൊക്കെ പറയും. നമ്മൾ ഊണ് കഴിച്ച പ്ലേറ്റൊക്കെ അവരെടുത്തുകൊണ്ടേ കഴുകും. ഒരാർട്ടിസ്റ്റും അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മളെ മണിയടിക്കാനൊന്നുമല്ല, ബന്ധങ്ങളുടെ പുറത്താണ്. അത് സുകുമാരി ചേച്ചി ആയാലും ശ്രീവിദ്യ ആയാലും സീമ ഇപ്പോഴും എപ്പോൾ എന്നെ കണ്ടാലും അവൾ ഉടനെ കണ്ണ് നിറയും, കെട്ടിപ്പിടിക്കുകയും ചെയ്യും. എനിക്കിങ്ങനെ ഒരു ബന്ധം വേറെ ആരുമായിട്ടില്ല ചന്ദ്രേട്ടൻ എന്താണ് ചന്ദ്രേട്ട പറഞ്ഞിട്ട്. ആ ബന്ധം പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു കുടുംബമായിരുന്നു, മറക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു. അതിൽ ശ്രീവിദ്യക്കുള്ള അപ്പാർട്ട് ഫ്രോം ദാറ്റ്, ആ ബന്ധത്തിനേക്കാൾ കൂടുതൽ ശ്രീവിദ്യ നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു. ശ്രീവിദ്യയുടെ മുഖത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരേ സമയത്ത് സന്തോഷം വരും, സങ്കടം വരും, കുനിഷ്ട് വരും, എന്ത് വേണമെങ്കിലും വരും. ഒരേ സമയത്ത് ഞാനൊരു ഇറങ്ങാതെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഒരു കിളിവാതിൽ പറഞ്ഞിട്ട് സിനിമ ഞാൻ ചെയ്തിരുന്നു. അത് മധുസാറും ശ്രീവിദ്യയാണ് അഭിനയിക്കുന്നത്. അതിൽ ശ്രീവിദ്യ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ കോർട്ടിൽ അവർ നെഗറ്റീവ് അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ എക്സ്പ്രഷൻ ചെയ്ത് കണ്ടിട്ട് ലോകത്ത് ഒരു ആർട്ടിസ്റ്റിനും ചെയ്യാൻ പറ്റാത്ത വിധമാണ് അവർ അഭിനയിക്കുന്നത്. കാരണം അവർ ജഡ്ജിൻ്റെ മുന്നിൽ നിന്നിട്ട് ആദ്യം ചിരിച്ച് സംസാരിച്ച് അങ്ങനെ മാറി കരഞ്ഞ് തിരിഞ്ഞ് ഇപ്പുറത്ത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വില്ലിനെ നോക്കിയിട്ട് അവർ കാണിക്കുന്ന എക്സ്പ്രഷൻ കൂടി കണ്ടു കഴിഞ്ഞാൽ ഒരേ സമയത്ത് 3-4 ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസാണ് മുഖത്ത് വരിക. അങ്ങനെയൊന്നും ഒരു ആർട്ടിസ്റ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശ്രീവിദ്യ അതുകൊണ്ടാണ് ആ പേര് നന്നായി നിൽക്കാൻ കാരണം. മധുസാറും ശ്രീവിദ്യയും ആ പേര് നന്നായി, രണ്ടുപേരും
ഈക്വലി ഗുഡാണ്. രണ്ടുപേരും ചലഞ്ച് ചെയ്ത് അഭിനയിക്കും. അതുപോലെ അവർ കൂടെ നിൽക്കാൻ വേറെ ആർക്കും പറ്റില്ല. അവിടെ ശ്രീവിദ്യ നമുക്ക് ആ കാര്യത്തിൽ ശ്രീവിദ്യ മറക്കാനേ പറ്റില്ല നമുക്ക്. പ്രേം നസീർ സാറിൻ്റെ ഒപ്പം നസീർ സാർ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഇപ്പോൾ ആ ക്വാളിറ്റി അതുപോലെ ആവാൻ മോഹൻലാലിന് സാധിച്ചെന്ന് പറയാം. കാരണം നസീർ സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ദേഷ്യം പറഞ്ഞത് ഒരിക്കലും വരാത്ത ഒരു നടൻ. പിന്നെ എല്ലാ കാര്യത്തിലും പക്വത. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം കൊടൈക്കനാലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രി 12-1 മണി തണുത്ത് വിറയ്ക്കണം എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ എല്ലാം കണക്ക് നോക്കുന്ന പ്രൊഡ്യൂസറാണ്. പുള്ളി എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ചായ കുടിച്ചപ്പോൾ വായിൽ വെക്കാൻ വയ്യ. ഞാൻ താഴെ ഇട്ടു. കാരണം 10 ചായ വാങ്ങിയിട്ട് അതിൽ 10 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊണ്ടിരിക്കുകയാണ്. അവിടെ കൊടൈക്കനാൽ തണുപ്പിൽ 10 ചായ വാങ്ങിയിട്ട് അതിൽ 10 ഗ്ലാസ് വെള്ളം കൂടി വെച്ച് എന്തായിരിക്കും സ്ഥിതി? അത് പിന്നെ വായ വെക്കാൻ കൊള്ളൂ. അത് വെച്ച് ദേഷ്യം വന്ന് ഞാൻ താഴെ ഇട്ടു. ചൂടായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നസീർ സാറ് ചായ അടിച്ച് ഇങ്ങനെ സിപ്പ് ചെയ്തു. ഇത് കൊള്ളാം, നല്ല ചായയാണ്. അപ്പോൾ ഞാൻ എന്താ നസീർ സാർ ഇങ്ങനെ പറഞ്ഞത്? കാരണം ആ പ്രൊഡ്യൂസർ നടന്നവരുണ്ട്. ഞാൻ ക്ലാസ് കിടന്ന് കണ്ടു നസീർ. അപ്പോൾ ഉടനെ സീൻ മാറ്റാൻ വേണ്ടിയിട്ട് കൊള്ളാം, നല്ല ചായയാണ്. അപ്പോൾ അടുത്ത സാർ കൊള്ളാമല്ലോ, എവിടെ നിന്ന് ഈ നേരത്തെ നല്ലൊരു ചായ സംഘടിപ്പിച്ചു? ഗുഡ്, വെരി ഗുഡ്. ഞാനിങ്ങനെ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ പ്രൊഡ്യൂസർ കൂടെ പോയപ്പോൾ ഞാൻ നസീർ സാർ, സാറിന് ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? അവർ മണിയടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? സാർ എന്തിനാ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ മിസ്റ്റർ ചന്ദ്രൻ ഇവിടെ വരൂ, ഞാൻ സോളിൽ കയറ്റു. എന്നിട്ട് എന്നെ ഇങ്ങോട്ട് ഇങ്ങനെ നടന്ന് പറയണേ, ചന്ദ്രനൊരു നല്ല ചായ കുടിക്കണമെന്ന് തോന്നുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് വരൂ കേട്ടോ, ഞാൻ തരാം. നമ്മൾ മദ്രാസിൽ വന്നത് ഒരു നല്ല ചായ കുടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു നല്ല സിനിമ ചെയ്യാനാണ്. കാരണം മലയാളത്തിൽ വിരലെണ്ണാവുന്ന പ്രൊഡ്യൂസേഴ്സ് ഉള്ളൂ. ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൊല്ലത്തിൽ 3-4 സിനിമ ഞാനാണ് അഭിനയിക്കുന്നത്, ചന്ദ്രകുമാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു ചായയ്ക്ക് വേണ്ടി അവരെ നഷ്ടപ്പെടണം. കേരളത്തിൽ ജനത്തിനറിയില്ല എന്തുകൊണ്ടാണ് നമ്മളെ മാറ്റിയതെന്ന്. അപ്പോൾ ചായയല്ല പ്രശ്നം ചന്ദ്രൻ, നമ്മുടെ പ്രൊഡക്റ്റ് മാത്രമാണ്. അവരുടെ ഫുഡോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് ആദ്യം പഠിപ്പിച്ച നടൻ നസീർ സാറാണ്. അത്രയും പക്വതയുള്ള ഒരു നടനെ എനിക്ക് കിട്ടില്ല ആർക്കും. അതിപ്പോൾ ഞാൻ അടുത്ത കാലത്ത് തുടരും സിനിമയ്ക്ക് പോയപ്പോൾ മോഹൻലാൽ അതുപോലെ ആയിരിക്കണം. മോഹൻലാലും ഇതൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങിക്കണം. മോഹൻലാലും അങ്ങനെ ആരോടും ദേഷ്യപ്പെടാൻ തുടങ്ങില്ല, വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് തുടങ്ങിയിരുന്നു. അതിൻ്റേതായിട്ടുള്ള പക്വത വന്നു തുടങ്ങിയിരിക്കുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. മോഹൻലാലിനെ ഞാൻ കുട്ടിയായിട്ടും കണ്ടിട്ടുണ്ട്, മെച്യൂരിറ്റി ഇല്ലാതെ പിള്ളേർ കളിച്ച് നടക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വളരെ മെച്യൂർഡായിട്ട് വളരെ ഇതായിട്ട് സംസാരിച്ച് സോഫ്റ്റായിട്ട് സംസാരിച്ച് നടക്കുന്ന മോഹൻലാലിനെയും കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ സന്തോഷിച്ചു അത് കണ്ടപ്പോൾ. അവിടെ മലയാള സിനിമ അങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്ന്. അങ്ങനെ ഇല്ല, വളരെ കുറവാണ്. സത്യൻ സാറോ? ഏത് സത്യനാണ് ചോദിക്കുന്നത്? ആക്ടർ സത്യനോ? ആക്ടർ സത്യനായിട്ട് എനിക്ക് വലിയ പരിചയമില്ല. ഒരു കുറച്ച് ദിവസങ്ങളുടെ പരിചയമുള്ളൂ. കാരണം ഉമ്മാച്ചു പറഞ്ഞ സിനിമയിലാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആദ്യം വർക്ക് ചെയ്തത്. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഉമ്മാച്ചു ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് സത്യമാഷാണ് അഭിനയിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ എൻ്റെ അടുത്തൊരു അപ്പാർട്ട്മെൻറ്റിലാണ് സത്യൻ സാർ താമസിച്ചിരുന്നത്. സത്യൻ സാർ ദിവസം മോർണിംഗ് വാക്കിന് വരുമ്പോൾ ഞങ്ങൾ കുറച്ച് മലയാളി അവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിയും. എന്നാൽ നോക്കും, ഇങ്ങോട്ടും ഉണ്ടാതെ പോകും. അപ്പോൾ ഞങ്ങൾ നോക്കിയെന്നും അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെ അറിയില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും അറിയുമായിരുന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ദിവസം അവിടെ ഒന്നും തിരിച്ച് പറഞ്ഞു, ഹോൺ അടിച്ചിട്ട് പറഞ്ഞു, നിർത്തിയിട്ട് പറഞ്ഞു, ആ ഒന്നും കൂടെ ഇറങ്ങി വരൂ. ഞാൻ പറഞ്ഞു, ആ ഭാസ്കറിൻ്റെ കൂടെയല്ലേ വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു അതെ. ഒന്ന് ഫ്ലാറ്റിലേക്ക് വരണം, ഞാനൊരു സാധനം തരാം, ഭാസ്കറിനെ കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫ്ലാറ്റിലേക്ക് പോയി. ഫ്ലാറ്റിൽ പോയപ്പോൾ ഉമ്മാച്ചുവിൻ്റെ സ്ക്രിപ്റ്റ് എടുത്ത് കഴിച്ചു. ഇത് ഭാസ്കരൻ വായിക്കാൻ തന്നാണ്, ഞാൻ വായിച്ചു. ഇത് ഭാസ്കരന് കൊടുത്തേക്കോ? എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല, കാര്യം ഞാൻ ഭാസ്കരനോട് പറയാം, ഞാനൊരു ചെക്കപ്പിന് പോവുകയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മാഷ് എടുത്ത് കൊണ്ടേ കൊടുത്തു. മാഷ് പറഞ്ഞു, സത്യന് സുഖമില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ മധു ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഉള്ള പരിചയം മാത്രമേ സത്യനായിട്ടുള്ളൂ. ഭയങ്കര റഫ് ആൻഡ് ടഫാണെന്നും സ്ട്രിക്റ്റ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. കണ്ടപ്പോഴും അങ്ങനെ തന്നെ ഫീൽ ചെയ്ത്. പക്ഷേ സംസാരിക്കുന്നത് ഭയങ്കര നല്ല ഭാഷയിൽ നന്നായിട്ടൊക്കെ തന്നെ. ഒരു പോലീസ് മുറയൊന്നും കണ്ടില്ല. എല്ലാവരും പറയുമായിരുന്നെങ്കിലും സംസാരിച്ചപ്പോൾ ആ മുറയൊന്നും കണ്ടില്ല. നന്നായിരുന്നു. വളരെ ഹിറ്റായിട്ടുള്ളൊരു ജോഡിയായിരുന്നു സീമ ജയൻ അല്ലേ? അപ്പോൾ ജയൻ സാറുമായിട്ട് എന്തെങ്കിലും ഫിലിം ചെയ്തിട്ടുണ്ടോ? അനുഭവങ്ങളുണ്ടോ? ഞാൻ ജയനുമായിട്ട് 7 സിനിമ 8 സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും നല്ല സിനിമകൾ ജയൻ്റെ സിനിമയാണ് തടവറയും ദീപവും. രണ്ടും സൂപ്പർ ഹിറ്റ് പടങ്ങളാണ്. ജയൻ മരിക്കുമ്പോൾ
തിയേറ്ററിൽ എൻ്റെ ദീപം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എഴുതി കാണിക്കുന്നത് ജയൻ മരിച്ചു എന്ന്. ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജയൻ മരിച്ചു എന്ന് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തടവറ റിലീസ് ചെയ്തത്. അതിൽ കുറച്ച് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് കഷ്ടപ്പെട്ട് ഡ്യൂപ്പിനെയൊക്കെ ഇട്ടിട്ട് മാച്ച് ചെയ്ത് ഷൂട്ട് ചെയ്തിരുന്നത്. ജയനുമായിട്ടുള്ള മെച്ചെന്താ, ജയൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്, നമ്മൾ കണ്ട ജയനല്ല ജയൻ. അതിനുമുമ്പ് സിനിമയിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജയൻ സിനിമയിൽ വന്നത്. അതാരും പറയില്ല. സത്യത്തിൽ ജയന് ഞങ്ങൾ കാണുന്ന സമയത്ത് ആരെങ്കിലും മദ്രാസിൽ നിന്ന് ഒരു സിനിമാക്കാരൻ, അന്ന് സിനിമാക്കാർ മദ്രാസിൽ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ ജയൻ എറണാകുളത്തുമാണ്. അപ്പോൾ ആരെങ്കിലും ഒരു സിനിമാക്കാർ എറണാകുളത്ത് ട്രെയിനിൽ വന്നിറങ്ങിയാൽ അവിടെ ജയൻ ഉണ്ടാവും. അവരെ കാണും, അവരുടെ കൂടെ നടക്കും, അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. എന്നിട്ട് ആ പുള്ളി നിന്നിട്ട് ഒരിക്കലും എനിക്ക് റോള് വേണമെന്ന് ചോദിച്ചിട്ടുമില്ല. എന്നാൽ നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കും. സാർ വരണം, ഇവിടെ നല്ല പുട്ട് കിട്ടും, നമുക്ക് അവിടുന്ന് പുട്ട് കഴിച്ചിട്ട് പോവാം. റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴേ വിളിച്ചുകൊണ്ട് പോകും. പിന്നെ വീട്ടിലേക്ക് മദ്രാസിൽ പോകുമ്പോൾ പറയും, ഞാൻ എന്താ 2 ചക്ക കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് വീട്ടിൽ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കണം. എന്നിട്ട് മദ്രാസിൽ അന്നൊന്നും ചക്ക കിട്ടില്ല, മദ്രാസിലേക്ക് ചക്കയൊക്കെ തന്നേക്കും. അങ്ങനെ വന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ, ഞാൻ ജെ.സി. പറഞ്ഞ ഡയറക്ടറുടെ ഞാൻ അഗ്നിപുഷ്പം പറഞ്ഞ സിനിമ വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ കമലഹാസനെ അഭിനയിക്കാൻ അവനെ കൂട്ടിയിട്ട് വന്ന ഞാനാണ്. അതെനിക്കിപ്പോൾ ഓർമ്മയുള്ളത്. അതിലാണ് ചന്ദ്രമോഹൻ പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നത്. കാരണം ചന്ദ്രമോഹൻ പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അവന് +2 മറ്റേ പ്രീ ഡിഗ്രി മറ്റേ കഴിഞ്ഞിട്ട് ജോലിയൊന്നും ഇല്ലാതെ മദ്രാസിലേക്ക് വണ്ടി കയറി. അപ്പോൾ അവൻ്റെ അച്ഛൻ ഞങ്ങളുടെ പ്രൊഡക്ഷൻ മാനേജറാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ മോൻ വരുന്നുണ്ട്, നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി വിളിക്കാൻ പോകണം. അപ്പോൾ അച്ഛൻ മോനെ കണ്ടിട്ടില്ല, 1 വയസ്സിൽ കണ്ടതാണ്. അതിനുശേഷം കാണുന്നത് 17-ാമത്തെ വയസ്സിലാണ്. കാരണം അവൻ അച്ഛനും അമ്മയായിട്ട് എന്തോ പിണക്കത്തിലായിരുന്നു, കണ്ടിട്ടില്ല. അപ്പോൾ ചന്ദ്രമോഹൻ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ 2 പേരും പോയി നിൽക്കണു. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറയും, അവസാന പ്ലാറ്റ്ഫോമിൽ ഒരാൾ ബാക്കിയുണ്ടായിരുന്നു, ഇത് മോനാണെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ചന്ദ്രമോഹനെ കൊണ്ടുവന്നു. അപ്പോൾ ചന്ദ്രമോഹൻ വന്നിട്ട് 4-5 ദിവസം കഴിയുമ്പോഴാണ് ഈ അഗ്നിപുഷ്പം പറഞ്ഞ സിനിമ ഞങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞത്. അപ്പോൾ അതിന് ഡബ് ചെയ്യാൻ മലയാളം അറിയുന്നവരാരെങ്കിലും വേണം. കമലഹാസൻ്റെ മലയാളം കൊള്ളില്ല, പോരാന്ന് പറഞ്ഞിട്ട് കമലഹാസൻ അതിന് മുമ്പ് കന്യാകുമാരി പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് സൽമാൻ സാറുടെ. അപ്പോൾ അതിലത്തെ മലയാളം പോരാ, ആ ക്യാരക്ടറിനൊക്കെ ഈ ക്യാരക്ടറിന് പോരാ. ജയ് സാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പയ്യൻ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്ന്, അവനെ കൊണ്ടൊന്ന് നമുക്ക് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ചന്ദ്രമോഹൻ കമലഹാസന് ശബ്ദം കൊടുത്തുകൊണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആവുന്നത്. ആ പടത്തിലാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ അഗ്നിപുഷ്പം വർക്ക് ചെയ്യാൻ വന്നപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ജയൻ അവിടെയാണ് വരുമ്പോൾ താര ഹോട്ടൽ പറഞ്ഞിട്ട് ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ SUT ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രത്തെ SUT ഹോസ്പിറ്റലാണ് പഴയ താര ഹോട്ടൽ. അപ്പോൾ താര ഹോട്ടലിൽ ഞാനും സത്യൻ എൻ്റെ അസിസ്റ്റൻ്റ്, ഞാൻ അസോസിയേറ്റ്, ഇങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ജെ.സി. സാറിനെ കാണാൻ വേണ്ടി താര ഹോട്ടലിലേക്ക് വരുന്നത്. കാരണം താര ഹോട്ടലിൽ തന്നെ ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ വരുമ്പോൾ അവിടെ ലോണിൽ പഴയ സ്റ്റൈലിൽ ഗൗണൊക്കെ ഇട്ടിട്ട് കയ്യിൽ ഒരു കപ്പൻ സോസറൊക്കെ വെച്ചിട്ട് ഒരാളിങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ നോക്കിയിട്ട്, സത്യ ഇതെന്ത് തെലുങ്ക് പടമാണ്, ഇതാരും ഇങ്ങനെ നടക്കണം എന്നിട്ട് ഒരാളെ നോക്കിയിട്ട് ഞങ്ങൾ 2 പേരും പരിഹരിച്ചിട്ട് പോയി. ആളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഇങ്ങനെ നോക്കി. ഞാൻ മൈൻഡ് ചെയ്ത് പോയിട്ട് ജയ് സാർ റൂമിൽ പോയി സംസാരിക്കുമ്പോൾ ഉള്ളിൽ കയറി വന്നു. അപ്പോഴാണ് ജയ് സാറിന്, ബേബി ഇതാണ് ചന്ദ്രകുമാർ, ഇതാണ് സത്യൻ്റെ കട. അപ്പോൾ അതാണ് ജയൻ. അവിടെ നിന്നാണ് ജയനെ പരിചയപ്പെടുന്നത്. അപ്പോഴാണ് ഇത് കൃഷ്ണനായരുടെ പേര്, എൻ്റെ ശാപമോക്ഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഈ പടത്തിൽ ഒരു പോലീസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിമിഷം തൊട്ടിട്ട്, പക്ഷേ ഞങ്ങളെ അവിടുന്ന് കണ്ടപ്പോൾ കുട്ടികൾ നടന്നു വരുമ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അവരെന്നെ നോക്കി എന്തോ കമൻസ് പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞു. ഞാൻ അപ്പം തുറന്നു പറഞ്ഞു, ആരെങ്കിലും ഈ വേഷം കണ്ട കമൻസ് പാസ്സാക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, കൊള്ളാം. അന്ന് തൊട്ട് പക്ഷേ ഞങ്ങളായിട്ട് ഭയങ്കര കമ്പനിയായി. ഞങ്ങൾക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ചെങ്കച്ചോളയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ജയനെ ആർക്കും അറിയാത്തതുകൊണ്ട് ജയൻ പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് വന്നിറങ്ങിയത്. അവിടെയുള്ള ആൾക്കാർ ധരിച്ച് വെച്ചു ഒറിജിനൽ പോലീസുകാരാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഒതുങ്ങി നിന്ന് കറക്റ്റായിട്ട്, അവിടെ ഭയങ്കര ശല്യമുള്ള സ്ഥലമായിരുന്നു, പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലാതെ ജയനെ വെച്ച് ഷൂട്ടിങ് നടത്തി. ആൾക്കാരെയൊക്കെ ഒതുക്കി നിർത്തി. കമലഹാസനും സോമനും കൂടി അഭിനയിക്കുന്ന ഒരു ഫൈറ്റാണ് അവിടെ എടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ജയനായിരുന്നു അവിടുത്തെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സീനിലും ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ അവിടെ ആൾക്കാരെ ഒതുക്കാനും ജയനായിരുന്നു. അപ്പോൾ അവിടെ നിന്നോട്ടുള്ള ബന്ധം പിന്നെ അതിനുശേഷം എപ്പോൾ എറണാകുളത്ത് വന്നാലും ജയൻ കാണും, മദ്രാസിൽ വന്നാലും വീട്ടിൽ വരും എന്നെ കാണാൻ. ആ ബന്ധം പിന്നെ എൻ്റെ ആദ്യത്തെ പടം തൊട്ടിട്ട്, മനസ്സൊരു മയിൽ തൊട്ടിട്ട്, എൻ്റെ ഫസ്റ്റ് പിക്ചറിൻ്റെ പേര് മനസ്സൊരു മയിൽ എന്നായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് തൊട്ടിട്ട് എല്ലാ പടത്തിലും എൻ്റെ കൂടെ ജയൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ എന്താണ്, ഞാനും ജയനുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ തടവറ കഴിഞ്ഞാൽ ഒരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ഈ ശിവാജി ഗണേശൻ അഭിനയിച്ച കർണൻ പറഞ്ഞ സിനിമ ജയനു കൊണ്ടേ കാണിച്ചു കൊടുത്തു.
ഇത് മലയാളത്തിൽ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടിട്ട് ജയൻ ഇഷ്ടപ്പെട്ടിട്ട് ജയൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലായിരുന്നു. അപ്പോഴാണ് ജയൻ മരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊജക്റ്റ് നടക്കാതെ പോയി. സാർ, സത്യൻ അന്തിക്കാട് സാർ ആസ് എ റൈറ്റർ, അത് പാട്ട് എഴുതുന്ന റൈറ്റർ എന്ന നിലയിൽ സാർ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള സാറിൻ്റെ ഫിലിംസിലാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സത്യനെ ഞാനൊരു റൈറ്ററായിട്ടില്ല കാണുന്നത്. സത്യൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു 15 കൊല്ലം താമസിച്ചിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു, ഒരു കുടുംബമായിരുന്നു, ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ സത്യൻ വീട്ടിൽ ഒരംഗം, എൻ്റെ ഒരു സഹോദരൻ, അങ്ങനെയുള്ളൂ. അപ്പോൾ സത്യൻ രാവിലെ വരുമ്പോൾ ആര് സ്ക്രിപ്റ്റ് വെച്ച് തന്നാലും സത്യ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം, വരും. പിന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. സീൻ ഞങ്ങൾ വീണ്ടും മാറ്റി എഴുതും. എന്നിട്ട് പോയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സത്യൻ എല്ലാത്തിനും ഞങ്ങളിവിടെ എഴുതുന്ന. അപ്പോൾ മധു സാറിൻ്റെ പടങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും മധു സാറ് അവിടുന്ന് ഫോൺ ചെയ്തിട്ട് രാത്രി ഫോണിൽ കൂടെ ഡയലോഗ് പറയും, സത്യൻ എഴുതിയെടുത്തോളണം. എന്നിട്ട് ഞങ്ങൾ മധു സാറ് രാവിലെ എണീക്കാൻ മടിയുള്ള ആളാണ്, ഉച്ചയ്ക്കേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഷൂട്ടിങ് നടക്കണമല്ലോ. അപ്പോൾ രാവിലെ മധു സാർ ഇല്ലാത്ത വിധത്തിൽ സീൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പറയും, ചന്ദ്രൻ ഞാൻ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾ എടുക്കുമ്പോഴേക്കും ഞാൻ എത്തിക്കോളാം. ആ സത്യനെ ഫോണിൽ വിളിക്കും, ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറയും. എന്നിട്ട് സത്യൻ അത് എഴുതിയെടുത്തിട്ട് പിന്നെ അത് സീനാക്കി മാറ്റിയിട്ട് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങും. ഇപ്പം മലയാളികൾക്ക് ഏറ്റവും അധികം അറിയാത്തൊരു കാര്യം, നമ്മളുടെ പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട് സാറ് അദ്ദേഹം ഒരു ഗാനരചയിതാവാണ്, അല്ലെങ്കിൽ ഒരു ലിറിസിസ്റ്റ് ആണെന്നുള്ളത് അധികം ആർക്കും അറിയത്തില്ല. ഇല്ല, ഞാൻ പറഞ്ഞ സത്യൻ എൻ്റെ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയിട്ടുള്ളത്. സത്യൻ്റെ സിനിമകളിൽ പോലും സത്യൻ ബാക്കിയുള്ളവർ വെച്ചിട്ടാണ് പാട്ട് എഴുതിക്കുന്നത്. എനിക്കതെന്താ കാര്യം എന്നറിയില്ല. പക്ഷേ സത്യൻ വേറെയും ശശികുമാർ സാറിന് 1-2 പടങ്ങൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചില സിനിമകളിൽ സത്യൻ്റെ പാട്ടിൽ പുറത്ത് എഴുതി കൊടുത്ത പാട്ടുകളൊക്കെ നല്ലതാണ്. സത്യൻ്റെ സിനിമകളിൽ സത്യൻ നല്ല പാട്ട് എഴുതി ഞാൻ പറയില്ല. ടെൻഷൻ ആയിരിക്കുന്നല്ല, സത്യൻ അതിൽ കൂടുതൽ സ്വന്തം കാര്യമാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. കാരണം ഞങ്ങൾക്കൊക്കെ നന്നായി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് മാത്രമല്ല പല ദിവസങ്ങളും പറയാറുണ്ട്, ഈ ഓമൃതിലെയും ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പൊക്കെ പൂ വിരിഞ്ഞല്ലോ ഈ പാട്ടൊക്കെ ഞാൻ പറയാറുണ്ട്. നാളെ റെക്കോർഡിംഗ് ആയിരിക്കും, ഇന്ന് വരെ സത്യം ആ പാട്ട് വേണം, സിറ്റുവേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരി എഴുതാന്നൊക്കെ പറയും. എന്നിട്ട് ഇന്ന് രാത്രിയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒരു പറച്ചിലാണ്, ചന്ദ്ര അത് എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, നമുക്ക് ബിച്ചുവിനെ പോച്ചലിനെ വിളിച്ചാലോ. ഞാൻ പറയും ഈ ലാസ്റ്റ് മിനിറ്റിൽ പെട്ടിട്ട് അവർ വേറെ പണിയില്ല, സത്യ ഇതൊന്നും പറഞ്ഞൊന്നും നടക്കില്ല, മര്യാദയ്ക്ക് ഇരുന്ന് എഴുതിക്കോളൂ, ഞാനിപ്പോൾ വരാം. ഞാൻ ഇറങ്ങിയൊരു പോക്കാണ്, ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോവും. സത്യം മിണ്ടാതിരിക്കും, ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് പോവും. തിരിച്ചു വരുമ്പോൾ സത്യൻ ഒരു പേപ്പറിൽ കുറച്ച് എഴുതി, ചന്ദ്ര ഇതൊന്നും നോക്കൂ, ഇത് മതിയോ, അത് കൊള്ളാൻ നന്നായിട്ടുണ്ട്, അപ്പോൾ ഇത് വെച്ച് എഴുതിക്കോട്ടെ. ആ ശരി. അങ്ങനെ എഴുതിയ പാട്ടാണ് ഓം മൃതിലെയും പൂവിരിഞ്ഞല്ലോ ഇന്നെൻ്റെ മുറ്റത്തൊക്കെ. കാരണം സത്യനെ അവസാനം എന്ത് പറയുന്നത്, ചന്ദ്രൻ ചീത്ത പറഞ്ഞാലേ എനിക്ക് എഴുതാൻ പറ്റും. ഓമത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ അനുഭവങ്ങൾ ആൾക്കാർ, അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സത്യനെ ചെയ്തിട്ടുണ്ട്. സത്യൻ്റെ എല്ലാ പാട്ടിലും അമലെ ഓമലെ മൃദുല എന്നുണ്ടാവും. ഞാൻ എന്താ കാരണം വെച്ചാൽ സത്യൻ്റെ ഭാര്യയുടെ പേര് നിർമ്മല എന്നാണ്. അപ്പൊ ആ പേരിന് പബ്ലിസിറ്റി കൊടുക്കുകയാണ് സത്യം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിന്റെ അക്കൗണ്ടിൽ സത്യൻ്റെ വൈഫിന് പബ്ലിസിറ്റി ഉണ്ടാക്കരുത് കേട്ടോ. എല്ലാ പാട്ടിലും ഉണ്ടാവും, ഒരു നിമിഷം തരും നിന്നിലല്ലേ നിർമ്മലേ, അതിലുണ്ട്. അങ്ങനെ എല്ലാ പാട്ടിലും അമലെ നിർമ്മല ഓമലയും ഒക്കെ ഉണ്ടാവും. അതാണ് മൃദുല അവസാനം. അപ്പൊ അതാ പറഞ്ഞ, അപ്പൊ ആ പടത്തിലാണ് ഞാനേക്കാണ്ട് പറഞ്ഞ സിനിമയില് സത്യത്തിൽ അതില് MG രാജനായിരുന്നു മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തരങ്ങിണി ആയിരുന്നു എല്ലാവരും അന്ന് ട്രിവാൻഡ്രത്ത് പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് തരങ്ങിണി ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് തിയേറ്റർ വന്നു. ദേവദാസ് എഞ്ചിനീയറായി, സൗണ്ട് എഞ്ചിനീയറായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നു. ദേവദാസ് അറിയപ്പെടുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. അവിടുത്തെ റെക്കോർഡിങ് തുടങ്ങുന്ന സമയം. അപ്പോൾ അരുന്ധതി പറഞ്ഞിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിൻ്റെ പ്രിൻസിപ്പൾ എന്താണെന്ന് പറഞ്ഞാൽ അരുന്ധതി, അവർ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവരാണ് അന്ന് ചിത്രയും അവരൊക്കെ ക്ലാസ്മേറ്റ്സാണ്, ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അരുന്ധതി പാടാൻ വേണ്ടി വന്നു, കൂടെ കോറസ് പാടാൻ ഒരു 6 പെൺകുട്ടികൾ വന്നിരുന്നു. അങ്ങനെ രാവിലെ എന്താണ് ആ പാട്ട് ഇത് ഓമൃതിലല്ല, ഇനിയൊരു പാട്ടുണ്ടായിരുന്നല്ലോ, രജനി പറയൂ, രജനി പറയൂ പൂനിലാവിൽ, ആ പാട്ട് മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണൻ, സത്യൻ എഴുതിയ പാട്ട്. അപ്പം അത് അരുന്ധതി പാടി രാവിലെ 2 ടേക്ക് എടുത്തു. അപ്പോൾ ആ ടേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് പോരാ, ഒരിക്കൽ കൂടി എടുക്കണം തോന്നി. അപ്പോഴേക്ക് ഉച്ചയായി, അവരും ക്ഷീണിച്ചു, വിശന്നിട്ട് 1 മണി 2 മണി. അപ്പം ഇനി ഊണ് കഴിച്ചിട്ട് എടുക്കാമല്ലോ പറഞ്ഞു. ശരി, ഞാൻ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ് അവർ ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയിട്ട് 3 മണി 4 മണിയായി, അവർ തിരിച്ചു വന്നില്ല. അപ്പോൾ ഞാൻ ഫോൺ ചെയ്തു, പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല, എന്തോ ഭയങ്കര സ്റ്റൊമക്ക് പെയിനോ എന്തൊക്കെ ഉണ്ട്, വരുന്നില്ല, സോറി എന്ന് പറഞ്ഞു. അപ്പോൾ
ഞാൻ തിരിച്ചു വന്ന് എം ജി രാജേഷിനോട് എന്താ ചെയ്യാൻ, ഞാൻ ഇന്ന് വൈകുന്നേരം ഷൂട്ട് ചെയ്യേണ്ട പാട്ടാണ്, മധുസാറുടെ അടുത്ത് ഇനി അവർ വന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്, മധുസാറ് ചീത്ത പറയും, മധുസാർ ഇപ്പോൾ വരും, അപ്പോഴേക്കും പാട്ട് റെക്കോർഡ് ചെയ്തേ പറ്റൂ. കാരണം മധുസാർ രാവിലെ കേട്ടിട്ട് പോയതാണേ, എന്നിട്ട് ഒരു കൂട്ടി ടേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പറഞ്ഞത് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ വേറൊരു കുട്ടിയുടെ ശബ്ദം കൊള്ളാൻ നല്ലതാണെന്ന് തോന്നുന്നു. ഏത് കുട്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ആ കുട്ടീനെ മാത്രമായിട്ട് വിളിച്ചാൽ തെറ്റാണ്, ബാക്കിയുള്ള കുട്ടികൾ ഫീൽ ചെയ്യും, നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ഒരു വോയിസ് ടെസ്റ്റ് പോലെ നടത്താം, എന്നിട്ട് ബാക്കിയുള്ളൊരു കോറസ് പാടത്തെ ആ പാടുന്ന കുട്ടി ആ ലീഡ് പാടാൻ പറയുകയാണ് പറഞ്ഞു. അപ്പോൾ നീ ആരാ വേണ്ടി ചെന്നിട്ട് തൊട്ട് കാണിക്കുക പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു കുട്ടി പാടി, രണ്ടാമതൊരു കുട്ടി പാടി, പിന്നെ മൂന്നാമത് ചിത്രം വന്ന് പാടി, പിന്നെ തൊട്ട് കാണിച്ചു കുട്ടി. അപ്പോൾ ആ ശരി, നാലാമത്തെ കുട്ടി പാടി, അഞ്ചാമത്തെ പാടി. അത് കഴിഞ്ഞാൽ ശരി നിങ്ങൾ വരുവാണെങ്കിൽ ചിത്രം മുന്നിൽ നിർത്തി ബാക്കിയുള്ളവർ ബാക്കിൽ നിർത്തിയിട്ട് പാട്ടെടുത്തു. പാട്ട് പാടി അതുപോലെ 2 ടേക്ക് കഴിഞ്ഞു. മൂന്നാമത്തെ ടേക്ക് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ വെരി ഗുഡ് എന്ന് പറഞ്ഞപ്പോൾ കറക്റ്റായി മധുസാർ കയറി വരുന്നു. മധുസാർ എന്നെ കേട്ടിട്ട് ശബ്ദം കൊള്ളാം, പക്ഷേ ഇത് രാവിലെ കേട്ട ശബ്ദം അല്ലല്ലോ. ഐഡന്റിഫൈ ചെയ്തു. ഞാൻ പറഞ്ഞ സാർ ആ കുട്ടി സുഖമില്ല വന്നില്ല, ആ കുഴപ്പമില്ല, ബട്ട് ഇത് നല്ല ശബ്ദമാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഇരുന്നപ്പോൾ ഒരു വയസ്സായ ഒരാൾ ഉള്ളിൽ നിന്ന് വന്നു, പുറത്തുനിന്ന് വന്നു. മധുസാറിനെ വന്ന് തൊഴുതു. മധുസാർ ചാടി ചെയ്തിട്ട് അയ്യോ സാറെന്താ ഇവിടെ? എൻ്റെ മോളാണെന്ന് പറഞ്ഞു. അപ്പോൾ മധുസാറിനെ പഠിപ്പിച്ച മാഷാണ് ചിത്രടച്ചൻ. അപ്പം മധുസാർ കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു ചന്ദ്ര ഇതിനേക്കാൾ ഗുരുത്വം കിട്ടാനില്ല, എൻ്റെ ഗുരുവിൻ്റെ മോൾക്കാണ് ചന്ദ്രൻ ചാൻസ് കൊടുത്തത്, ഇതിനൊക്കെ വലിയ ചാൻസുകളാണ്. അങ്ങനെ ഒരു കോയിൻസിഡൻ്റ് അവിടെ ഉണ്ടായി. അങ്ങനെ ചിത്ര പാട്ട് പാടി അതിന് സ്റ്റേറ്റ് അവാർഡും കിട്ടി. രജനി പറയും ചിത്ര ആദ്യം മാഷിന്റെ സിനിമയിലെ പാടി എന്ന് പറയുമ്പോൾ എത്ര അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ നമുക്കങ്ങനെ ആരും അവകാശവാദങ്ങൾ നമ്മൾ പറയുന്നില്ല, നമുക്ക് അത് സംഭവിച്ചു പോയി, നിമിത്തം നിയോഗങ്ങളാണ്. അത് തന്നെയുള്ളൂ.